إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളും കുറ്റകൃത്യങ്ങളും ഒരു ഭൗതികമായ പരിഹാരമാണ് പൊതുയിടങ്ങളിലും മറ്റും സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ. ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചെറിയ രൂപത്തിലെങ്കിലും ആളുകൾ ജാഗ്രത പുലർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം വേദനയോടെ പങ്കുവെക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വജീവിതത്തിലെ അപകടങ്ങളും അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും. അഥവാ നന്മകളിൽ നിന്നുള്ള ഒളിച്ചോട്ടവും തിന്മകളോടൊപ്പമുള്ള ജീവിതവും നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടാലും വായിച്ചാലും പഠിച്ചാലും മനസ്സിലാക്കിയാലും പലർക്ക് വേദനയോടെ പങ്കുവെക്കാനുള്ളത് അതാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല, നന്മകളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പലർക്കും പങ്കുവെക്കാനുള്ളത്. സഹോദരങ്ങളെ, അതിനുള്ള ചില ഉത്തരങ്ങളാണ്, ചില ചിന്തകളാണ് ഇന്നത്തെ ഒരു ഖുതുബയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ
നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ ആ രൂപത്തിൽ നമ്മെ ചിന്തിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എന്നും സദാ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും നന്മ നിറഞ്ഞതാകാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന്, നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത്, നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, റഹ്മാനായ റബ്ബ്, എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന റബ്ബ് നമ്മെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. ആ ചിന്തയാണ് സഹോദരങ്ങളെ, വിശ്വാസികളെ, നാം എപ്പോഴും കൊണ്ടു നടക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയാ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും അല്ലാഹു അവന്റെ സ്ഥാനത്തിരുന്ന് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളെയും അവരുടെ ഓരോ നിമിഷങ്ങളെയും ഓരോ മൈക്രോ സെക്കൻഡുകളെയും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എന്നും വേണ്ട ഒരു ചിന്തയാ. അഥവാ ആ റബ്ബ് അറിയാത്ത ഒരു മൈക്രോ സെക്കൻഡ് പോലും, ആ റബ്ബ് കാണാത്ത, ആ റബ്ബ് കേൾക്കാത്ത ഒരു മൈക്രോ സെക്കൻഡ് ഇല്ല, നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം റബ്ബ് നിരീക്ഷിക്കുന്നു എന്നത് ഒന്നാമതായി നമ്മൾ എന്നും ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ട, നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് സഹോദരങ്ങളെ, അല്ലാഹു നിരീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റബ്ബ് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം അല്ലാഹു റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമതായി നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ട, കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. എത്രയോ തവണ നമ്മൾ ആയത്തുകൾ കേട്ടിട്ടില്ലേ, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അല്ലാഹു പറയാ, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. എടാ, ആ മേൽനോട്ടക്കാർ കിറാമൻ കാതിബീൻ, മാന്യന്മാരായി എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ചില മേൽനോട്ടക്കാർ നിങ്ങളുടെ മേലിലുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അതവരറിയുന്നുണ്ട്. അതാണ് റബ്ബിന്റെ ഒരു സിസ്റ്റം. നമ്മൾ എന്തു ചെയ്താലും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു മേൽനോട്ടക്കാർ നിങ്ങളുടെ മേലിലുണ്ടെന്നാണ്. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാൽ ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടു പേർ സദാ നിങ്ങളുടെ കൂടെയുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ മേൽനോട്ടക്കാരറിയാതെ, ആ നിരീക്ഷകരറിയാതെ നിങ്ങൾ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കയുണ്ടോ? നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് ആശങ്കയുണ്ടോ? തിന്മകൾ കൊണ്ടു നടക്കുന്നവരാണ്, നന്മകളിൽ നിന്ന് അകലുന്നവരാണ്, നേരെ ചൊവ്വെ ജീവിതത്തിൽ ഹിദായത്തിലായി മുന്നോട്ടു പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ? റബ്ബ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ അതിന് പരിഹാരമായി ഒന്ന് അല്ലാഹു നിരീക്ഷിക്കുന്നു. നിരീക്ഷിക്കുക മാത്രമല്ല, എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നു. ഈ ചിന്തകളുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ അവസാനിച്ചു. ഈ ചിന്തകളുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ പൂക്കാലമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മീയ സംരക്ഷണം കിട്ടി ഇഹപര ജീവിതം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ പിശാചി ഈ ചിന്തകളിൽ നിന്ന് നമ്മെ തെറ്റിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുക. ഇതൊന്നും നമ്മൾ ഗൗരവത്തിലെടുക്കാതെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. സഹോദരികളെ, വിശ്വാസികളെ, നമ്മൾ ഇതിനെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നിരീക്ഷിക്കുന്നതും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നതും സഹോദരങ്ങളെ, അതിനൊരു അനന്തരഫലമുണ്ട്.
അതിനൊരു അനന്തര ഫലം വരാനുണ്ട്. നാളെ ഒരു ഫലം വരാനുണ്ട്. ആ ചെറിയ ചാലിൽ എല്ലാം അവസാനിക്കുന്നതല്ല ജീവിതമെന്നും അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് ജീവിതമെന്നും എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ ഒരു അനന്തര ഫലം എന്ന വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ എങ്കിൽ അതിനൊരു അനന്തര ഫലമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അല്ലാഹു പറയാ, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. അള്ളാഹു പറയാ, നിസ്സംശയം ദുർമാർഗികളുടെ രേഖ അള്ളാഹു സിജ്ജീനിൽ തന്നെയായിരിക്കും. എന്നിട്ട് അള്ളാഹു പറയാ, വമാ അദ്റാക മാ സിജ്ജീൻ. നബിയേ, സിജ്ജീൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം? അള്ളാഹു പറയാ, കിതാബും മർകൂബ്. അതൊരു എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. നന്മ ചെയ്ത് ആ രൂപത്തിൽ മുന്നോട്ട് പോയ പുണ്യവാന്മാരുടെ ഗ്രന്ഥം അത് ഇല്ലിയൂനിൽ രേഖപ്പെടും. വമാ അദ്റാക മൽ ഇല്ലിയീൻ കിതാബുൻ മർകൂബ്. അത് എഴുതി തയ്യാറാക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഇല്ലിയൂനിലും അതുപോലെ തന്നെ സിജ്ജീനിലും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തില് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനൊരു അനന്തര ഫലം വരാനുണ്ട്. നോക്കൂ, നാളെ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ലോകത്ത് അല്ലാഹു പറയാ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിയ അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അല്ലാഹു പറയാ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ സമുദായങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ വിട്ടുകുത്തിയവരായി നാളെ ഹാജരാക്കപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്ന എല്ലാ മനുഷ്യരും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തിയവരായി ഹാജരാക്കപ്പെടുമെന്നാണ്. കുല്ല ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹാ. അല്ലാഹു പറയാ, എന്നിട്ട് ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും, അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കിതാബ് വെക്കപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയണത്. എന്നിട്ട് പറയുന്നതാണ്, ഇഖ്റ കിതാബക് ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്ക്, നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്ക്. റബ്ബിന്റെ നിരീക്ഷകർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആയുസ്സിലെ മുഴുവൻ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ഓരോ ചെയ്തികളും ഓരോ കട്ടുനോട്ടങ്ങളും ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നിന്റെ കിതാബ്, ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നിന്നെ വിചാരണ ചെയ്യാൻ, നിന്റെ സ്റ്റാറ്റസ് അറിയാൻ, നിന്റെ അവസ്ഥ അറിയാൻ, നിന്റെ റിസൾട്ട് അറിയാൻ ഈ കിതാബ് മതി നിന്നെ വിചാരണ ചെയ്യാൻ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ. വീണ്ടും റബ്ബ് പറയാ, വഖുദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. അല്ലാഹു പറയാ, നാളെ പരലോകത്ത് റസൂലിനോട് പറയാ, നബിയേ, ഒരു ഭയാനകമായ രംഗം വരാനുണ്ട്. നബിയേ, ഒരു വേദനിപ്പിക്കുന്ന ഭയാനകമായ ഒരു രംഗം വരാനുണ്ട്. ഏതാ രംഗം എന്നറിയോ? വഖുദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. മുജ്രിമീങ്ങളായ ആളുകളുണ്ടല്ലോ, തെമ്പാടികളായ, തോന്നിവാസികളായ, അധർമ്മം ചെയ്ത് ജീവിച്ച, തിന്മകളിൽ മുഴുകി ജീവിച്ച, നന്മകളിൽ നിന്ന് അകന്ന് ജീവിച്ച അവരുണ്ടല്ലോ റബ്ബേ, അവരുണ്ടല്ലോ നബിയേ, അവരുടെ രംഗം നാളെ കാണാനുണ്ട്. അവരുടെ കൈകളിലേക്ക് അവരുടെ കിതാബ് വെച്ചു കൊടുക്കും. വഖുദിയൽ കിതാബ്, അവരുടെ കൈകളിലേക്ക് ആ കിതാബ് വെച്ചു കൊടുക്കും നബിയേ. വയഖൂലൂന, അവര് പറയും നബിയേ, യാ വൈലതനാ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ലേ, ഒരുപാട് പ്രസംഗങ്ങളിലൂടെ, ഒരുപാട് ഉപദേശങ്ങളിലൂടെ ഇത്തരം ആയത്തുകൾ ധാരാളം കേട്ടവർ, ജീവിതത്തിൽ നന്മ കൊണ്ടുവരാത്തവർ,
തിന്മകളോടൊപ്പം സഞ്ചരിച്ചവർ അവരുടെ കൈകളിലേക്ക് കിതാബ് വെക്കുമ്പോ അവർ പറയുന്നതാണ്, യാ വൈലതനാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, മാലിഹാദൽ കിതാബ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവേ, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ, എല്ലാം ഇതിലുണ്ടല്ലോ അല്ലാ, ചെറുതും വലുതുമായ എല്ലാം വിട്ടൊഴിയാതെ ഇതിൽ നീ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലാ. വവജദൂ മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദാ. അല്ലാഹു എല്ലാറ്റിനും അവിടെ പ്രതിഫലം നിശ്ചയിക്കും, നിന്റെ റബ്ബ് അനീതി കാണിക്കൂല. സഹോദരങ്ങളെ, റബ്ബ് രേഖപ്പെടുത്തി വെച്ചതിനൊരു അനന്തരഫലം അതിതാണ്. നമ്മുടെ കൈകളിലേക്ക് കിതാബ് വെച്ചു തരും, നമ്മളോട് നോക്കാൻ പറയും, നമ്മളോട് വായിക്കാൻ പറയും. നെടുവീർപ്പിടുന്ന ഒരു രംഗമാണത്. ജീവിതത്തിലെല്ലാം എല്ലാം എല്ലാം അവിടെ രേഖപ്പെടുത്തി വെക്കുന്ന, അതിലുണ്ടായിക്കുന്ന, അതിൽ കാണേണ്ടി വരുന്ന ശത്രുവിനോട്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ഉള്ളിന്റെ ഉള്ളിൽ വഞ്ചന കാണിച്ച് പുറമേ സ്നേഹം നടിച്ച് ആ രൂപത്തിൽ ജീവിച്ചു തീർത്തതും, അതുപോലെ തന്നെ ചീത്ത വിളിച്ചതും, തെമ്മാടിത്തരം കാണിച്ചതും, അങ്ങനെ ജീവിതത്തിലെല്ലാം അതിലുണ്ടാകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനൊരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോ, ഇങ്ങനൊരു ചിന്ത കൊണ്ട് നടക്കുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണ് തിന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക? എങ്ങനെയാ നന്മയാണെന്ന് മിമ്പറിൽ നിന്ന് കേട്ടത് വേണ്ടെന്ന് വെക്കാൻ കഴിയുക? നന്മയാണെന്ന് ഖുർആൻ ക്ലാസിലൂടെ കേട്ടത് വേണ്ടെന്ന് വെക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അതിഭീകരമായൊരു രംഗം വരാനുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രല്ല കിതാബ് കയ്യിൽ കിട്ടുന്ന ചില രംഗങ്ങളുണ്ട്. 3 രൂപത്തിലാ ആ കിതാബ് കയ്യിൽ കൊടുക്കുന്നത്. 3 രൂപത്തില്. ഒന്നെന്താ അറിയോ? വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ വഹ്രിഹി. ലേ, ചിലർക്ക് അല്ലാഹു ആ കിതാബ് കൊടുക്കുക തന്റെ മുതുകിന്റെ പിന്നിലൂടെയാ, പിറകുവശത്തോടെയാണ് ചിലർക്ക് കിതാബ് കൊടുക്കുക. ഫസൗഫ യദ്ഉ സുബൂറാ. ആ സമയത്ത് അവർ പറയുന്നതാണ്, എന്റെ നാശമേ, എന്റെ കഷ്ടമേ എന്നവർ നിലവിളിക്കും. വയസ്ലാ സഈറാ. ആളിക്കത്തുന്ന നരകാഗ്നിയിൽ അവർ കടന്നെരിയുക തന്നെ ചെയ്യും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവൻ പറയുന്നതാണ്, അവന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിഞ്ഞവനായിരുന്നു. ഇന്നഹു ലന്ന അല്ലൻ യഹൂറാ. തീർച്ചയായും അവൻ വിചാരിച്ചത് ഇങ്ങനൊരു മടങ്ങിവരപ്പ്, ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു വിചാരണ ഇത്ര ഗൗരവത്തിലുണ്ടാകുമെന്ന് അവൻ വിചാരിച്ചിട്ടേയില്ല. അവൻ ആടിക്കളിക്കുകയായിരുന്നു, ആടിത്തിമിർക്കുകയായിരുന്നു, ആർമാദിക്കുകയായിരുന്നു അവന്റെ കൂട്ടുകാർക്കിടയിലൂടെ, അവന്റെ സ്വന്തക്കാർക്കിടയിലൂടെ. പക്ഷേ ഇങ്ങനെയൊരു കാത്തിരിപ്പ്, ഇങ്ങനെയൊരു വിചാരണ അവൻ വിചാരിച്ചതേയില്ല എന്നാണ്, അവന്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടില്ല എന്നാണ് ആ കിതാബ് കിട്ടുമ്പോ അവൻ ചിന്തിച്ചു പോകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനൊരു കിതാബ് നാളെ പരലോകത്ത് കിട്ടാനുണ്ട്. ചിലർക്ക് അല്ലാഹു പറയാ, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി. ചിലർക്ക് ഇടത് ഭാഗത്തൂടെ, ഇടത് കൈയിലാണ് കിതാബ് കിട്ടുക. ഫയഖൂൽ. അവൻ പറയുന്നതാണ്, യാ ലൈതനി ലം ഊത കിതാബിയാ. എഴുതി വെച്ചത്, രേഖപ്പെടുത്തി വെച്ചത് എല്ലാം ഇടത് കൈകളിലേക്ക് കിട്ടുമ്പോ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതുന്നത്. നമ്മുടെ മനസ്സ് മന്ത്രിക്കേണ്ട, നന്നാവേണ്ട, ശരിയാവേണ്ട, അതിന് കാരണമാക്കേണ്ട ആയത്തോന്നത് ഇടത് കൈയിലേക്ക് അത് കിതാബ് കിട്ടുമ്പോ അവർ പറയുന്നതാണ്, ലം ഊത കിതാബിയ യാ ലൈതനി ലം ഊത കിതാബിയ. അല്ലാഹുവേ, ഈ ഗ്രന്ഥം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഇതെന്റെ കൈകളിലേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായെന്ന്. വലം അദ്രി മാ ഹിസാബിയ. എന്റെ വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വലത് കൈ, ഇടത് കൈയിൽ കിതാബ് കിട്ടുമ്പോ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ. ആ മരണം എല്ലാം അവസാനിപ്പിച്ചതായിരുന്നെങ്കിൽ, അതോടുകൂടി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, അതിനുശേഷം ഒരു ജീവിതമില്ലായിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായേനെ എന്ന് നാളെ ഇടത് കൈയിൽ കിതാബ് കിട്ടുമ്പോ ആളുകൾ വിലപിക്കുമെന്നാണ്. എന്നിട്ടോ മാ അഗ്നാ അന്നീ മാലിയ. അവന്റെ സമ്പത്ത് അവനക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഹലക അന്നീ സുൽത്താനിയ. അവന്റെ അധികാരവും പവറും അവനക്ക് ഉപകാരപ്പെട്ടില്ല. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. പിടിക്കവനെ, പിടിച്ചു ബന്ധിക്കവനെ,
പിടിച്ചു ബന്ധിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയവനെ എന്ന് അള്ളാഹു ഓർഡർ കൊടുക്കും. ഇടതുകയിൽ കിതാബ് കിട്ടുന്ന ആളുകൾക്ക് മരിച്ചതോടുകൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായന്, ഇങ്ങനൊരു വിചാരണ ഇല്ലെങ്കിൽ എത്ര നന്നായന്. അവിടുന്ന് റബ്ബ് പറയാ, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, പിടിക്കവനെ, പിടിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയവനെ എന്ന് ഒരിക്കലും അല്ലാഹുവിനെ ധിക്കരിക്കാത്ത മലക്കുകളോട് റബ്ബ് പറയും. വീണ്ടും പറയാ, സുമ്മ ഫീ സിൽസിലത്തി ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖൂഹു, 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കും. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. മറ്റൊരു കൂട്ടരുണ്ട്. ഏതാണെന്നറിയോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കൈയിൽ കിതാബ് കിട്ടുന്നൊരു കൂട്ടരുണ്ട്. റബ്ബതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവര് പറയാ, ഫയഖൂൽ, അവര് പറയും, ഹാഉ മുഖ്റഉ കിതാബിയ, എന്റെ കിതാബൊന്ന് വായിച്ചു നോക്ക്, എന്റെ കിതാബൊന്ന് വായിച്ചു നോക്ക്, എന്റെ റെക്കോർഡൊന്ന് നോക്കി എന്ന് അവിടെയുള്ളവരോട് പറയുമെന്ന. ഇന്നീ വലന്തു അന്നീ മുലാകിൻ ഹിസാബിയ, അതാണ് പോയിന്റ്, അതാണ് തിരിച്ചറിവ്, അതാണ് വേണ്ട അറിവ്. അവൻ പറയാ, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്, എന്റെ രേഖ ഒന്ന് നോക്ക്. അല്ലെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കുട്ടികൾക്കൊരു 50-50 മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോ, സ്കോർ ഷീറ്റ് കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, പാപ്പാ എന്റെ സ്കോർ ഷീറ്റ് ഒന്ന് നോക്കി നോക്ക്, എന്റെ ആൻസർ ഷീറ്റ് ഒന്ന് നോക്കി നോക്ക്. കൂട്ടുകാരോട് പറയും, എന്റെ ആൻസർ ഷീറ്റ് ഒന്ന് നോക്കി നോക്ക്. അതുപോലൊരു രംഗം മക്കളെ നാളെ പരലോകത്ത് വരാനുണ്ടില്ല. അതുപോലൊരു രംഗം വലതയിൽ കിതാബ് കിട്ടിയ ആള് പറയുന്നത്, കിതാബിയ, എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്ക്, എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്ക്. ഇന്നീ ലനന്തു അന്നീ മുലാകിൻ ഹിസാബിയ, അതാണ് പോയിന്റ്, അതാണ് തിരിച്ചറിവ് സഹോദരങ്ങളെ. തീർച്ചയായും എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഞാൻ കൊണ്ടു നടന്നിരുന്നു, ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരും, എന്റെ റബ്ബിന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഹാജരാകേണ്ടി വരുമെന്ന് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും, ഏത് ഇരുട്ടിലും, ഏത് കൂട്ടുകാർക്കിടയിലും, ഏത് പ്രയാസങ്ങൾക്കിടയിലും, ഏത് സന്ദർഭത്തിലും ഞാൻ മനസ്സിലാക്കിയിരുന്നു, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടേണ്ടി വരും, ഒരു ഹിസാബിന് നേരിടേണ്ടി വരും. അവനാണ് തൃപ്തികരമായ സ്വർഗ്ഗമുണ്ടാകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തില് നന്മകളോടൊപ്പം സഞ്ചരിക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ആയത്തുകൾ ധാരാളം, ഈ ചിന്തകൾ ധാരാളം. നമ്മുടെ മക്കൾക്ക് ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വഴിതെറ്റിപ്പോകുന്ന വിദ്യാർത്ഥികൾക്ക്, പുതുതലമുറക്ക് ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മോനെ, എല്ലാം അല്ലാഹ് കാണുന്നുണ്ട് കേട്ടോ, എല്ലാം റബ്ബറിയുന്നുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാ ദുൽബിജാദൈൻ, പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. ഏറെ പ്രയാസം സഹിച്ചും ത്യാഗം സഹിച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ സമൂഹം അദ്ദേഹത്തെ അങ്ങേറ്റം പീഡിപ്പിച്ചു. നാട്ടുകാരും കൂട്ടുകാരും പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും എല്ലാവരും ഒറ്റപ്പെടുത്തി. അദ്ദേഹം ആ നാട്ടിൽ നിന്ന് സമ്പാദിച്ചതും അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞതെല്ലാം അവർ പിടിച്ചു പറിച്ചു വാങ്ങി. ഒന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ചരിത്രത്തിൽ കാണാം, ആ സ്വഹാബിയുടെ ഉടുതുണി വരെ അവർ ഊരിയെടുത്തു എന്നാണ്. എന്നിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആ സ്വഹാബിക്ക് കടക്കേണ്ടി വന്നു. അവസാനം സഹോദരങ്ങൾ, ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ടും ഒരു നാട് മുഴുവൻ ഒറ്റപ്പെടുത്തുക, കുടുംബം ഒറ്റപ്പെടുത്തുക, പീഡിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, ആട്ടിപ്പായിക്കുക, നാട് കടത്തുക, അത്ര പ്രയാസം ഉണ്ടായിട്ടും അബ്ദുള്ള ആ ദീന് വേണ്ടെന്ന് വെച്ചിട്ടില്ല. ആ ദീനിനോട് ഒരു വെറുപ്പ് കാണിച്ചിട്ട് തന്റെ പഴയ മതത്തിലേക്ക്, തന്റെ കൂട്ടുകാരിലേക്ക്, തന്റെ വീട്ടുകാരിലേക്ക്, അതാണ് എന്റെ ദുനിയാവിലെ സൈഫ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് തിരിച്ചു പോയിട്ടില്ല അബ്ദുള്ള.
അബ്ദുള്ള വേദനയോടുകൂടി ജീവിച്ചു. അവസാനം ഉമ്മ അല്പലിവ് തോന്നിയിട്ട് അബ്ദുള്ള അബ്ദുൽ ബിജാദൈന് ഒരു പുതപ്പ് കൊടുത്തു. ഒറ്റ പുതപ്പ്, ഒന്നുമില്ല ശരീരത്തിന്, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, സമ്പാദിച്ചതെല്ലാം അവർ പറിച്ചെടുത്തു. അവസാനം ഉമ്മ ഒരു അലിവ് തോന്നിയിട്ട് ഒരു പുതപ്പ് കൊടുത്തു. അബ്ദുള്ള എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, ആ സ്വഹാബി എന്ത് ചെന്നറിയോ? ആ പുതപ്പ് രണ്ടാക്കി കീറിയിട്ട് ഒന്ന് ഉടുത്തു, ഒന്ന് മേൽത്തട്ടാക്കി മാറ്റി. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ദീനനുസരിച്ച് ജീവിക്കണം. ഈ മക്കയിൽ നിന്നാൽ, ഇവരോടൊപ്പം നിന്നാൽ എനിക്ക് മുന്നോട്ട് പോകില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആ ഉമ്മ തന്ന പുതപ്പെടുത്ത് അത് മേൽത്തട്ടമാക്കി മാറ്റി, ആ ഒരു പുതപ്പിനെ രണ്ടാക്കി മാറ്റി മദീനയിലേക്ക് നടന്നു നീങ്ങി അബ്ദുള്ള. ആരംഭപ്പൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയെ കണ്ടു, അബ്ദുള്ളയെ സ്വാഗതം ചെയ്തു. എന്നിട്ട് കണ്ട ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബ്ദുള്ള ദുൽ ബിജാദൈൻ. അല്ലാഹു റസൂലിട്ട പേരാ അബ്ദുള്ള ദുൽ ബിജാദൈൻ, രണ്ട് പുതപ്പിന്റെ ഉടമ. റസൂലിട്ട പേരാ. സഹോദരങ്ങൾ, ഞാൻ ആ രംഗം പറയുന്നത് എന്തറിയോ? നോക്കൂ, ദീന് സ്വീകരിക്കാൻ ഇതുപോലെയുള്ള എത്രയെത്ര ചരിത്രങ്ങളാണ്, സംഭവങ്ങളാണ്. ചരിത്രങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വാർത്തകളിലൂടെ, മീഡിയകളിലൂടെ വേദനിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, മനസ്സ് കലങ്ങിപ്പോകുന്ന, ഹൃദയം നുടുങ്ങിപ്പോകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ചരിത്രങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ നോക്കൂ, ദീന് സ്വീകരിച്ചതിന്റെ പേരില്, ദീന് പ്രബോധനം ചെയ്തതിന്റെ പേരില്, ജനിച്ച നാടിനു വേണ്ടി അവകാശം പറഞ്ഞതിന്റെ പേരില് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകം കരയണത് ഗസയിലെ ആ ജനതക്കു വേണ്ടിയാ. ഫലസ്തീൻ കരയാണ്, ഫലസ്തീൻ വിലപിക്കുകയാണ്, ഫലസ്തീൻ തേങ്ങുകയാണ്. സഹോദരങ്ങളെ, അവിടെ ആ ഗസയുടെ മുനമ്പിലുള്ള ആ മണൽക്കാട്ടിനടുത്തുള്ള കുഞ്ഞുങ്ങൾ അവർ മരിച്ചു വീഴുക, അവർ പട്ടിണി കിടക്കുക, ഒരിറ്റ് ദാഹത്തിനു വേണ്ടിയിട്ട് കെഞ്ചുകയാണ്, ദാഹിച്ചു വലയ. വിശന്ന് സഹിക്കവയ്യാതെ ലോകഖണ്ഡത്തിലെ ഏറ്റവും വലിയ വംശഹത്യാണ് അവിടെ നടക്കുന്നത്. അവർ വീടുകളിലല്ല, തെരുവുകളില. എന്റെ പേര് മുസ്തഫ എന്നാ, എനിക്ക് വീടില്ല, എനിക്ക് ഭക്ഷണില്ല, എനിക്ക് വെള്ളമില്ല, എനിക്കൊന്നുമില്ല, പട്ടിണി കിടന്ന് മരിച്ചു വീഴുക നമ്മുടെ മക്കൾ. നമുക്കതിന്റെ വേദന അറിയണമെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് മക്കൾ വന്നിട്ട് പറയണം, ബാബച്ചി ഇന്നെല്ലാവർക്കും സ്കൂളിലെ ക്ലാസ് ടീച്ചർ മിഠായി കൊടുത്തു, എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓടും ക്ലാസ് ടീച്ചറത്തേക്ക്. എന്റെ മകനെ വിഷമിപ്പിച്ചതിന് മറുപടി പറയണമെന്ന് പറയൂ. ഒരു ദിവസമല്ല സഹോദരങ്ങളെ, ഒരുപാട് ദിവസം ഗസയുടെ മുനമ്പിൽ അവർ വേദന അനുഭവിക്കുക. ഏത് സമയവും എന്റെ കൈയും കരളും തലയും ശരീരവും ചിന്നിച്ചിതറുമെന്ന വേദനാജനകമായ പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സഹോദരങ്ങളെ അവരുള്ളത്. അല്ലാഹുവേ, നീ അവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. നിന്റെ രക്ഷയല്ലാതൊരു രക്ഷ അവർക്കില്ല റബ്ബേ, നിന്റെ സമാധാനമല്ലാതൊരു സമാധാനമില്ല റബ്ബേ. നീ അവർക്ക് സംരക്ഷണം കൊടുക്കണേ അല്ലാ, നീ അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ. നീ അവർക്ക് അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അക്രമങ്ങളിൽ നിന്നും നീ അവർക്ക് സംരക്ഷണം കൊടുക്കണേ അല്ലാ. അവർക്കിടയിലേക്ക് സമാധാനവും സന്തോഷവും നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. സഹോദരികളെ, ഈ സംഭവങ്ങള്, ഈ കാഴ്ചകള്, ഈ ചരിത്രങ്ങള് നമുക്ക് എന്ത് തിരിച്ചറിവാ നൽകണത്? കണ്ടുകൊണ്ടിരിക്കല്ലേ നമ്മള്? നമുക്ക് എന്ത് തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് നൽകണത്? ചോദിക്കട്ടെ, ഓരോരുത്തരോടും ഓരോ വിദ്യാർത്ഥികളോടും, ഓരോ ചെറുപ്പക്കാരോടും, ഓരോ രക്ഷിതാക്കളോടും ചോദിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ, ആ ദീൻ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ, ആ ദീനിനു വേണ്ടി അധ്വാനിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഇന്നേവരൊരു കുറവ്, ഒരു പ്രയാസം, ഒരക്രമം നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അള്ളാന്റെ ഭൂമിയിൽ, ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോ എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു പീഡനം, ഒരു മുള്ളു തറക്കുന്ന വേദന, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു മുള്ളു തറക്കുന്ന വേദന ഇതുവരെ ഇല്ല. സ്വന്തം നാട് വിടേണ്ടി വന്നിട്ടുണ്ടോ? സ്വന്തം വീട് വിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം സഹോദരങ്ങളെ. എങ്കിൽ ആ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ട്രെൻഡിന് പിറകെയാ, നമ്മൾ റീൽസിന് പിറകെയാ. ഓരോ ദിവസം ഇറങ്ങുന്ന ട്രെൻഡ് ആഘോഷിക്കുകയാണ് നമ്മൾ അതിന് പിറകെയാ, നമ്മൾ റീൽസിന് പിറകെയാ. നമ്മൾ ചില ആളുകൾ, ചില മഹാനടന്മാർ നോർമലൈസ് ചെയ്യുന്ന തിന്മകൾക്ക് പിറകെയാ.
അല്ലേ? ഞങ്ങൾ ആഘോഷിച്ച് തീർക്കുക. അന്യമതസ്ഥരുടെ ആഘോഷം പോലും കടമെടുത്തിട്ട് അത് ആഘോഷിച്ച് തീർക്കുകയാ. മ്യൂസിക്കും പാട്ടും ഡാൻസും ഉപയോഗിച്ചിട്ട് ആഘോഷിച്ച് തീർക്കുകയാ. നമ്മൾ ആർഭാദിക്കുന്നു, ഫലസ്തീൻ കരയുന്നു. നമ്മൾ ആഘോഷിക്കുന്നു, ഫലസ്തീൻ വിലപിക്കുന്നു. ഗസയിലെ തെരുവിലെ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നു, ദുരിതമനുഭവിക്കുമ്പോ നമ്മൾ ട്രെൻഡിന് പിറകെ, നമ്മൾ റീൽസിന് പിറകെ, നമ്മൾ തോന്നിവാസങ്ങൾക്ക് പിറകെ, നമ്മൾ വേണ്ടാത്തരങ്ങൾക്ക് പിറകെ. എങ്കിൽ അറിഞ്ഞോ സഹോദരങ്ങളെ, വിശ്വാസികളെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞോ, പ്രതീക്ഷയോടെ പറഞ്ഞോ, ഫലസ്തീൻ കരയുകയാ. പക്ഷേ ആ ഫലസ്തീൻ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കൂല. ഇല്ല, ആ ഫലസ്തീൻ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ആ ഗസ്സയുടെ മുനമ്പിൽ, ആ ഗസ്സയുടെ മട്ടിൽ പൂക്കൾ വിടരാതെ ഈ ലോകം അവസാനിക്കൂല. ജെറുസലേമിന്റെ മുറ്റത്ത് അവിടുത്തെ പിഞ്ചുമക്കൾ കൊത്തിക്കളിക്കാതെ, ആടിക്കളിക്കാതെ, ആഘോഷിക്കാതെ ഈ ലോകം അവസാനിക്കൂല. ഉറപ്പാ. ആ കരഞ്ഞത് അവരെ ചിരിപ്പിക്കുക തന്നെയും റബ്ബ്, അവരെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും റബ്ബ്. പക്ഷേ അവർ കരയുമ്പോഴും ആഹ്ലാദിച്ച് ആനന്ദിച്ചു പോകുന്ന നമ്മളിന്ന് ചിരിക്കുകയാ, നമ്മളിന്ന് ആർമാദിക്കുകയാ. അതും റബ്ബ് കാണുന്നുണ്ട്, അതും അള്ള കാണുന്നുണ്ട്. സകല തോന്നിവാസങ്ങളും കുടുംബങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരിക, നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതും റബ്ബ് കാണുന്നുണ്ട്. എങ്കിൽ കേട്ടോ ഈ ആയത്ത്, കേട്ടോ. അള്ള പറയാ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിബൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമി തശ്ഖദു ഫീഹിൽ അബ്സാർ. ഈ ആയത്ത് നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭീകരമായ ആക്രമണം നടക്കുമ്പോ നമ്മളിങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കും. എന്താ ആയത്തിന്റെ അർത്ഥം? വലാ തഹ്സബന്നല്ലാഹു ഗാഫില, വലാ തഹ്സബന്നല്ലാഹു ഗാഫില അമ്മാ യഅമലു ളാലിബൂൻ. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട, അള്ളാഹു ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണ് തള്ളിപ്പോകുന്നൊരു ദിനത്തേക്കു വേണ്ടി അള്ളാഹു നീട്ടിവച്ചിരിക്കുകയാ. ഇതാരെങ്കിലും ബോംബിട്ടാൽ സ്റ്റാറ്റസ് ആക്കേണ്ട ആയത്ത് മാത്രല്ല, അത് മാത്രല്ല, ശത്രു പണിയെടുക്കുന്നത് റബ്ബ് കാണുന്നില്ല എന്നല്ല പറയുന്നത്. അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അത് ബോംബിടലും അക്രമമാണ്, പാവപ്പെട്ടവർ ആക്രമിക്കലും അക്രമമാണ്. ഇരുട്ടിന്റെ മറവിൽ തോന്നിവാസം കാണലും, പോൺസൈറ്റ് കാണലും, വൃത്തികേട് കാണലും, മ്യൂസിക്കുകൾ കാണലും, അതേപോലെ തന്നെ മാതാപിതാക്കളെ ധിക്കരിക്കലും, സമൂഹത്തിന്റെ ലിബറൽ സംസ്കാരത്തിന്റെ ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്കും, അത് കടമെടുക്കലും, അത് സ്വീകരിക്കലും, ഈ സമയത്തുണ്ടാകുന്ന എല്ലാ തിന്മകളെയും നോർമലൈസ് ചെയ്ത് അത് കൊണ്ടു നടക്കലും അക്രമമാണ്. സ്വന്തം ജീവിതത്തോട് ചെയ്യുന്ന അക്രമമാണ്. ആ അക്രമം ചെയ്യുന്നവരെ, ആ തിന്മകളിൽ മുഴുകിയവരെ, വേണ്ടാത്തരം ചെയ്യുന്നവരെ അള്ളാഹു അശ്രദ്ധനാണെന്ന്, അള്ളാഹു ഒന്നും കാണുന്നില്ലെന്ന്, അള്ളാഹു ഒന്നും അറിയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഭീകരമായ ഭയാനകമായ ഒരു ദിവസത്തിനു വേണ്ടി അള്ളാഹു നീട്ടിവച്ചിരിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ചിന്ത നമുക്കുണ്ടാവണം. അത്തരക്കാരെ, ആ ചിന്തക്കനുസരിച്ച്, ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന, എല്ലാ നന്മകളും ജീവിതത്തിൽ ചേർത്തു വെക്കുന്ന, തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അവർ കരഞ്ഞാൽ, ഫലസ്തീനു വേണ്ടി കരഞ്ഞാൽ ആ കണ്ണുനീര് റബ്ബ് കാണും. അവർ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. തോന്നിവാസവും അക്രമവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക, എന്നിട്ടോ ഒരു ഓളത്തിനനുസരിച്ച് ജീവിക്കുക. അങ്ങനൊരു ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തഖ്വയുള്ളവരാകുക, വിനയമുള്ളവരാകുക, ജീവിതത്തിന്റെ നന്മകളിലേക്ക് തിരിച്ചു വരിക. അതാണ് നമ്മുടെ മുന്നിൽ അള്ളാഹു ഓതി വെക്കണതും പറഞ്ഞു വെക്കണതും. അതിന് സഹായകമാകുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ അവസരങ്ങളും ദീന് പഠിക്കുക, ദീനിന്റെ പഠനവേദികളിൽ നമ്മൾ കുടുംബസമേതം ഉണ്ടാവുക. ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. എല്ലാം ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. റബ്ബദിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.